പുറത്ത് ഈ കൊടും ചൂടില് മനസ്സും ശരീരമൊക്കെ ഒന്ന് കൂളാക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. വെറും 5 മിനിറ്റ് മാത്രം മതിയാവും നമുക്ക് ഈ റെസിപ്പി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് പാടൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക കേട്ടോ. ആദ്യം തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ് എടുത്ത് ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ട് വെക്കാം. ചിയാ സീഡ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരുപാടൊന്നും വേണ്ട, ഒരേ 1 ടേബിൾ സ്പൂൺ മാത്രം മതി. അത് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഈ ചിയാ സീഡ് ഒന്നും കൂടി കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി എല്ലാ പരിപാടികളും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് നല്ലോണം തന്നെ ഒന്നും കൂടി സെറ്റായി വരട്ടെ. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പഴമാണ്. ഞാനിവിടെ ചെറുപഴം കേട്ടോ എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴം ഒന്നും എടുക്കരുത്. ഏത് ചെറുപഴമാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പാളയംകുടം പഴമോ അല്ലാന്നുണ്ടെങ്കിൽ പൂമ്പഴമോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ചെറുതായതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം മാത്രം മതിയാവും. നമ്മുടെ ഈ പഴം എടുക്കാൻ നേരത്ത് അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. തീരെ അങ്ങോട്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്യേണ്ട. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. എല്ലാം കൂടി മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അരിഞ്ഞു വരാനുള്ളതാണ്. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ ബദാമും കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്നും കൂടി കുതിരാനായിട്ട് വെച്ചിരുന്നതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളത്തിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബദാമൊക്കെ നല്ലോണം തന്നെ ഒന്നും കൂടി കുതിർന്ന് വന്നോളൂ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒന്നെങ്കിൽ ബോൺവിറ്റയോ അല്ലാന്നുണ്ടെങ്കിൽ ബൂസ്റ്റോ ആണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബോൺവിറ്റോ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് ആണെങ്കിലും മതിയാവും. കുട്ടീസിനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച 1 കപ്പ് പാലും കൂടി നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. മൊത്തം വേണ്ടത് ഒരു 1/2 ലിറ്റർ പാലാണ്. അതിനകത്ത് 1 കപ്പ് പാലാട്ടോ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കവർ പാലിന് പകരമായിട്ട് തേങ്ങാപ്പാൽ എടുത്താലും നല്ലതാണ് കേട്ടോ. അതാണെന്നുണ്ടെങ്കിലും 2 കപ്പ് തേങ്ങാപ്പാൽ എടുക്കുക. ആദ്യമേ 1 കപ്പ് ഇതേപോലെ ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം. ഞാനിപ്പോൾ കവർ പാൽ എടുത്തു എന്നേ ഉള്ളൂ. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്കാണ് ബാക്കി 1 കപ്പ് പാലും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം പാല് 2-ാം പാല് അങ്ങനെയൊന്നും വേണ്ട. അത്യാവശ്യം വലിപ്പമുള്ള ഒരു തേങ്ങയുടെ പാൽ മുഴുവനായിട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. 2 കപ്പ് വേണമെന്നേ ഉള്ളൂ, അത്രമാത്രം മതി. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇതിപ്പോൾ ഒരുപാട് കട്ടിയില്ല എന്നാൽ നല്ല ലൂസും അല്ലാത്ത രീതിയിൽ പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും മതി. ഒരു മീഡിയം വലിപ്പത്തിലുള്ള 4 പഴം എടുക്കുമ്പോൾ ഒരു 2 കപ്പ് പാല് മാത്രം മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ കുതിരാനായിട്ട് മാറ്റി വെച്ച ചിയാ സീഡ് ഉണ്ടായിരുന്നല്ലോ, അത് നല്ലോണം തന്നെ കുതിർന്ന് വന്നപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചെറുപഴം തീരെ പൊടിപൊടിയായിട്ട് ഒന്നും കൂടെ കട്ട് ചെയ്തതാണേ. ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കഴിക്കുമ്പോൾ പഴമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അത്രയേ ഉള്ളൂ. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ സമയമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഒന്നും കൂടി കൂടുകയുള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടം കേട്ടോ. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഇതുപോലെ മറ്റൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് ഈ ചൂടത്ത് ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. കൂടെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.